ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എന്തെല്ലാം എനർജീസ് ആണ് നമുക്കുള്ളത്, എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത് നോക്കാം. അപ്പോൾ ഇന്ന് 27-ാം തീയതിയാണ്. നമ്മൾ 999 പോർട്ടൽ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് രാവിലെ 9 മണിക്ക് മുൻപാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 9 മണി മുതൽ 9 മണി 9 മിനിറ്റ് വരെയുള്ള സമയം മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആ സമയത്ത് നിങ്ങൾ പേപ്പർ എടുത്തിട്ട് 9 എന്നുള്ളത് 9 പ്രാവശ്യം എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണോ അത് സാധിച്ചു തന്നതിന് യൂണിവേഴ്സിന് നന്ദി എന്ന് താഴോട്ട് 9 പ്രാവശ്യം എഴുതുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയില്ല എങ്കിൽ ഷോർട്സിലും ലൈവിലും 999 പോർട്ടൽ എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കണം, ചെക്ക് ചെയ്യണം. എന്നിട്ട് രാവിലെ 9 മണിക്ക് ചെയ്യുക. ചെയ്യാൻ പറ്റാത്തവർ രാത്രി 9 മണി മുതൽ 9 മണി കഴിഞ്ഞ് 9 മിനിറ്റ് വരെയുള്ള സമയം, 9 മുതൽ 9 വരെയുള്ള സമയത്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, രാവിലെ ലൈവ് വരാൻ പറ്റത്തില്ല, വൈകുന്നേരം ലൈവ് വരാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം. ഓക്കെ, അപ്പോൾ പറ്റുന്നവരെല്ലാം ചെയ്യണം. 9 മണി മുതൽ 9 മണി 9 മിനിറ്റ് വരെയുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ നാളെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. രാവിലെയും വൈകിട്ടും ചെയ്യുന്നതിന് തെറ്റില്ല. രാവിലെ ചെയ്യാൻ പറ്റാത്തവർക്ക് വൈകുന്നേരം ചെയ്താലും മതി. ഓക്കെ, പറ്റുവാണെങ്കിൽ ഞാൻ ലൈവ് വരാം. അപ്പോൾ മറക്കാതെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം എന്തായാലും അത് യൂണിവേഴ്സിനോട് ആവശ്യപ്പെട്ട് അത് നേടിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എന്തെല്ലാം യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് ഉള്ളത്. നോക്കാം ഇന്നത്തെ ദിവസം എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പോസിറ്റീവായിട്ടിരിക്കണേ. ഫസ്റ്റ് കാർഡ് വന്നിട്ട് പോസ്റ്റ്പോൺമെൻ്റ് ആണ്. അതായത് 8 ഓഫ് സോഡിൻ്റെ എനർജിയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ഇന്നത്തെ ദിവസം ഉള്ളത്. പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് കെട്ടിയിട്ടേക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. അതായത് ഇന്നത്തെ ദിവസം രാവിലെ നിങ്ങൾ മൊത്തത്തിലൊരു സ്റ്റക്ക് എനർജിയിലാണുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്താൽ എന്താകുമെന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം നിങ്ങൾ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ തന്നെ ഒരു വല്ലാത്തൊരു നെഗറ്റിവിറ്റിയോടുകൂടി ആയിരിക്കും ചിലപ്പോൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ആക്ഷൻ എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും, പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത്. ആ എനർജിയിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈകൾ അഴിക്കുക, നിങ്ങളുടെ കണ്ണിലെ കെട്ടഴിക്കുക, ചുറ്റും നോക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം എന്ത് തന്നെയായാലും അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്തത് നിങ്ങളുടെ ചിന്താഗതിയിലെ കുഴപ്പം കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആ കെട്ടഴിക്കുക, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ചിന്ത കൊണ്ട് ഇരിക്കുകയേ ചെയ്യേണ്ട. സുന്ദരമായ ദിവസമാണ് വരുന്നത്. അത് നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങളാണ് ആക്ഷൻ എടുക്കേണ്ടത് കേട്ടോ. നിങ്ങളാണ് ട്രാപ്പിലായിപ്പോയി എന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ മാത്രം ചിന്തയാണ്. നിങ്ങൾക്ക് മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ അത് പോസിറ്റീവ് ആയിക്കോളും. രാവിലെ ഒരു മൂഡ് ഓഫോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ചിലപ്പം ഇന്നലെ രാത്രി നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവത്തില്ലായിരിക്കും. ഒത്തിരി ഓവർ തിങ്ക് ചെയ്തിട്ട് ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ പെട്ടുപോയല്ലോ, എനിക്കിത് വന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും എഴുന്നേക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, നിങ്ങളായിട്ടങ്ങ് മുന്നോട്ട് പോയിരുന്നാൽ മതി കേട്ടോ. രണ്ടാമത്തെ കാർഡ് റൈറ്റ്നെസ് ആണ്. 9 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണിത്. അപ്പോൾ ഇവിടെ വരുന്നത് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നില്ല. നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അത് തന്നെയായിരിക്കും ഇവിടെയും കാണിക്കുന്നത്. 8 ഓഫ് സോഡും പറയുന്നത് നിങ്ങൾ എന്തോ ചെയ്തിട്ട് അതിൻ്റെ ഫലം കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇവിടെ നിങ്ങൾ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ അതൊന്ന് കൈ കിട്ടിയാൽ മാത്രം മതി. അപ്പം പണത്തിന് വേണ്ടി ആയാലും, ജോലിക്ക് വേണ്ടി ആയാലും, ഒരു ജോലി ഓഫറിന് വേണ്ടി ആയാലും, എന്തിനു വേണ്ടി ആയാലും, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയാണെങ്കിലും കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഒരു വെയിറ്റിംഗ് എനർജിയിലാണുള്ളത്. നിങ്ങൾക്ക് എന്താണോ കിട്ടാനുള്ളത് അത് ഇന്നേ ദിവസം വന്ന് കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഒരു കാര്യസാധ്യത്തിൻ്റെ ദിവസമാണ്. നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നോ അത് നിങ്ങളിലേക്ക് വരുന്ന ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ. റൈപ്പിനെസ്സിൻ്റെ ദിവസമാണ്, വിളവെടുക്കുന്നതിൻ്റെ ദിവസമാണെന്ന് കേട്ടല്ലോ. അപ്പോൾ പേടിക്കണ്ട, വിഷമിക്കണ്ട, ബി പോസിറ്റീവ്. നെഗറ്റീവായിട്ട് ചിന്തിക്കുകയേ വേണ്ട കേട്ടോ. ഇത് ഇന്നസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡാണ്. അടുത്ത കാർഡ് വന്നിട്ട്
നത്തിങ്നെസ് ആണ്. അപ്പോൾ ഹീറോഫിൻ്റെ കാർഡുണ്ട്, അതുപോലെ തന്നെ ഇന്നസെൻസ് എന്നൊരു കാർഡുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ചിന്തകൾ എങ്ങനെ ആയിരിക്കണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു വളരെ നിങ്ങളെ കുറ്റപ്പെടുത്തി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പാസ്റ്റിനെ പാസ്റ്റായിട്ട് അങ്ങ് ഒഴിവാക്കി നിർത്തുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് നല്ലത് വന്നാലാണോ നിങ്ങൾക്ക് സന്തോഷം വരുന്നത്, ആ കാര്യം നടന്നു എന്ന് വിചാരിച്ച് വളരെ ഇന്നസെൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അടുത്തത് നത്തിങ്നെസ് ആണ്. അത് ഹീറോഫെൻറ്റിൻ്റെ കാർഡാണ്. ഹീറോഫെൻ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ട്രഡീഷനെ വിശ്വസിക്കുന്ന ആളാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു മെൻ്റൽ സപ്പോർട്ട് ഇപ്പോൾ ആവശ്യമുണ്ട്. നിങ്ങൾ ശരിക്കും ഒരു ശൂന്യതയിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ ശൂന്യതയിൽ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിൽ നിന്ന് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ചുറ്റും നോക്കുമ്പോൾ ഒന്നും കാണുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഗൈഡൻസ് വേണം. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ഒരു ഗൈഡൻസ് എടുക്കുന്നുണ്ടാവും. ഒരു വല്ലാത്തൊരു ശൂന്യത തോന്നുന്നതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടാവും, പള്ളിയിൽ പോകുന്നുണ്ടാവും. നിങ്ങൾ പോയിട്ട് അതിൽ കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾ ചിലപ്പോൾ ഇന്ന് ദൈവകാര്യങ്ങളിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടാകും. കാരണം നിങ്ങൾക്ക് മൊത്തത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും, ഒരു മെൻറ്ററിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടാവും, നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നുണ്ടാവും. അതൊക്കെയാണ് നത്തിങ്നെസ് പറയുന്നത്. അതുപോലെ നിങ്ങളിന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, കല്യാണത്തിലൊക്കെ പങ്കെടുക്കാനോ ട്രഡീഷണൽ ആയിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനോ ഒക്കെ സാധ്യതകളായിട്ട് കാണുന്നുണ്ട്. അതാണ് നത്തിങ്നെസ് പറയുന്നത് കേട്ടോ. ഇനി അതുപോലെ നിങ്ങൾ സമൂഹത്തെ പേടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആയിരിക്കില്ലെന്ന്. അതായത് ഇപ്പോൾ സമൂഹത്തെ പേടിക്കുന്നല്ല, ഈ ട്രേഡിങ്ങോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള പെട്ടെന്ന് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ നല്ല ദിവസമാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ഇന്നലെ 2 കാർഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാർഡിനകത്ത് വീൽ ഓഫ് ഫോർച്യൂൺ വന്നപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി എടുത്താൽ അടിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 ഓഫ് കപ്പ് വന്നപ്പോഴാണെന്ന് തോന്നുന്നു നിങ്ങൾ അങ്ങനെ പൈസ സ്പെൻഡ് ചെയ്യുന്നത് സൂക്ഷിക്കണം, ട്രേഡിങ്ങിലും ലോട്ടറിയിലൊന്നും ഇന്ന് പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ക്ലാരിറ്റി പറഞ്ഞിട്ടുണ്ട്, ഇന്ന് അതിൽ നിക്ഷേപിക്കരുതെന്നാണ് പറഞ്ഞത്. അതുപോലെ വീൽ ഓഫ് ഫോർച്യൂൺ പറഞ്ഞപ്പോൾ നിങ്ങൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ലോട്ടറി ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന്. അത് പകുതി കേൾക്കാതെ വന്നിട്ട് എന്തൊക്കെയോ കമൻറ്റ് ഇടുന്നത് കണ്ടു. അപ്പോൾ വ്യക്തമായിട്ട് ആദ്യം കേൾക്കുക, എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് കേൾക്കുക, എന്നിട്ട് വന്നിരുന്ന് കുറ്റം പറയുക. ഓക്കെ, ആദ്യം പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് കേൾക്കണം. ആ കമൻറ്റ് ഇടാൻ എടുക്കുന്ന സമയം മതി എന്താ പറഞ്ഞേക്കുന്നതെന്നൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾ ഒരു അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ ഇംഗ്ലീഷ് മരുന്നാണ് എടുക്കുന്നതെങ്കിൽ ആ ഇംഗ്ലീഷ് മരുന്ന് മാറ്റിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ആയുർവേദമോ അതുപോലെ നാച്ചുറോപ്പതിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു സിസ്റ്റത്തിലേക്ക് പോകുന്നതാകാം, നാട്ടുവൈദ്യം ചെയ്യുന്നതാകാം, അങ്ങനെ ആകാം. ഇനി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇടുന്നതിന് പകരം നിങ്ങൾ ചിലപ്പോൾ കൊണ്ടുപോയി FD ഇടുന്നതാകാം. അപ്പോൾ അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ കുറേ അധികം ആളുകൾ ഇന്ന് ഗൈഡൻസ് എടുക്കും, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മെൻറ്ററിനെ കണ്ടുമുട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതാണ് നത്തിങ്നെസ് പറയുന്നത്. ഒത്തിരി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞത്. നെക്സ്റ്റ് ഔട്ട്സൈഡറാണ്, അതായത് ഫിനാൻഷ്യൽ ലോസ് ആണ്. നിങ്ങൾ പെട്ടുപോയി എന്നാണ് വീണ്ടും നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ടാകാം, പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ചിലരൊക്കെ വീട് വിട്ട് പോകാൻ, നിങ്ങളുടെ ചിലപ്പോൾ ബാധ്യതകൾ കൊണ്ടായിരിക്കും നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് പോകാനോ, ചിലപ്പോൾ വാടക വീട് മാറിപ്പോകുന്നതാവാം, നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വാടക വീട്ടിലോട്ട് പോകുന്നതാകാം, അല്ലെങ്കിൽ ഒരു വാടക വീട്ടിൽ നിന്ന് വേറൊരു വാടക വീട്ടിലേക്ക് പോകുന്നതാവാം. ഫിനാൻഷ്യൽ ലോസ് വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു കാർഡാണ് ഈ പറഞ്ഞ ഔട്ട്സൈഡർ എന്ന് പറയുന്നത്. അതുപോലെ ഫിസിക്കലി നിങ്ങൾക്ക് കാലിനും കൈക്കും ഷോൾഡറിനൊക്കെ വേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ മാനസികമായിട്ട് കടുത്ത സമ്മർദ്ദം തോന്നാൻ സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ ലോസ്, പണനഷ്ടം ഉണ്ടായതായിട്ടും പണനഷ്ടം ഉണ്ടായതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. വല്ലാത്തൊരു നഷ്ടബോധത്തിലിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ ഹീറോഫെൻറ്റിൻ്റെ കാർഡും ഇവിടെ ഔട്ട്സൈഡർ വന്നേക്കുന്നത് കൊണ്ട്, നത്തിങ്നെസ്സും ഔട്ട്സൈഡറും വന്നേക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സ്റ്റക്കായി ഈ ദിവസങ്ങളിൽ, ഇന്നലെ മിനിഞ്ഞാന്ന് ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ റിലേഷൻഷിപ്പ് പെട്ടെന്ന് ബ്രേക്കപ്പ് ആയി പോയ ആരൊക്കെയോ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അവിടെ അത് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയ പോലെ ഒരു ഫീലിംഗ്
തോന്നുന്നുണ്ടാവും. ഇനി റിലേഷൻഷിപ്പിൽ സ്റ്റക്നെസ് ഉള്ള ആളുകൾ, ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് വീട്ടിലേക്ക് മാറി താമസിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ രണ്ടുപേരിൽ ഒരാൾ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കുറേ പേർക്ക് ഇന്ന് ബ്രേക്കപ്പ് ആകാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടപെടുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങളുടെ കയ്യിലൊരു പാകപ്പഴമുണ്ട്, ആരും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇടവരരുത്. ഓക്കെ, അതാണ് ഔട്ട്സൈഡർ പറയുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ഗൈഡൻസ് ആണത്. 3 ഓഫ് പെൻറ്റക്കിളിനാണ്. 3 ഓഫ് പെൻറ്റക്കിൾ, അതായത് ഇതിവിടെ തന്നെ ഹീറോഫൻറ്റ് പറഞ്ഞത് തന്നെയാണ്, നത്തിങ്നെസ് പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നിങ്ങൾക്ക് ഇന്നൊരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധ്യതയുണ്ട്. അതായത് മറ്റൊരാളുടെ കീഴിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ ഗൈഡൻസോട് കൂടി നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നേടാനോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനോ ഒക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഒരു ടീമായിട്ട് ജോലി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കൂടിച്ചേർന്നൊരു കൊളാബറേഷൻ, നിങ്ങൾ ആരോട് ചേർന്ന് പ്രവർത്തിക്കാനാണോ ഇഷ്ടപ്പെടുന്നത്, ആരുടെ കൂടെ കൂടി ജോലി ചെയ്യണമെന്നാണോ ആഗ്രഹിക്കുന്നത്, അവരുമായിട്ട് ചേർന്ന് ജോലി ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്നൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ദിവസമാകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഫുൾ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിനെ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് വളരെ പുതിയൊരു തുടക്കം വേണം, ഞാൻ എന്തിനാണ് ഈ വേദന അനുഭവിച്ചിങ്ങനെ ഇരിക്കുന്നതെന്ന് ഓർത്തിട്ട് ചിലപ്പോൾ നിങ്ങൾ ഇതിനെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതാകാം. ഫുൾ എനർജി അതാണ് പറയുന്നത്. ഒരു യാത്രയുടെ കാർഡും കൂടിയാണ്, യാത്ര കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തീർത്ഥാടനം പോലെ ഏതെങ്കിലും ദേവാലയങ്ങളിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു യാത്ര കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊന്ന് മനസ്സ് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൊച്ചു കൊച്ചു ട്രിപ്പുകളൊക്കെ പോകുന്നതാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളെടുത്ത തീരുമാനം നല്ലതാണ്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെയാണ് നിങ്ങൾ പോകുന്നത്. പക്ഷേ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ പൂർണ്ണമായും യൂണിവേഴ്സിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. ശ്രദ്ധിച്ച് വേണം പോകാൻ. ഓക്കെ, ഫോളാണ്, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്, ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ തുടക്കമാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, കുറേ അധികം കാര്യങ്ങൾ നെഗറ്റീവായിട്ടാണ് പറയേണ്ടി വരുന്നത്. പക്ഷേ അത് പറയാതിരിക്കാൻ തരവില്ലല്ലോ, പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അടുത്തത്. ഓർഡർനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്ന ജോലി, ആ ജോലിയിൽ ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. ഓവർ വർക്ക് ചെയ്യുക, അതേ ജോലി തന്നെ ആവർത്തിക്കുക, അങ്ങനെ അതിൽ നിങ്ങൾ മാസ്റ്റേർഡ് ആവുക. അപ്പോൾ നിങ്ങൾ ഡ്രൈവിങ് ചെയ്യുന്ന ആളാണെങ്കിൽ ഓരോ ദിവസം കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആ ഡ്രൈവിങ് വളരെ നന്നായിട്ട് ആസ്വദിക്കാനും അതിൽ എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പക്വമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെ പറ്റും. അതാണ് ഈ ഓർഡർനെസ് എന്ന് പറയുന്നത്. ഓർഡറിലായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് സിസ്റ്റമാറ്റിക്കലി ചെയ്ത് കാര്യങ്ങൾക്കൊരു ഓർഡർ ഉണ്ടാവുന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും, കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും, കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഓർഡർനെസ് പറയുന്നത്. ഇന്ന് കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും, ഓവർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ കുഴപ്പമില്ല, കൂടുതൽ പണം കിട്ടും, കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇന്ന് നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അടുത്തത് സക്സസിൻ്റെ കാർഡാണ്. സക്സസ് ആൻഡ് വിക്ടറിയാണ്. നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നു, റെക്കഗ്നൈസ്ഡ് ആകാൻ പോകുന്നു. നിങ്ങൾ ചെയ്ത ചെയ്ത് വെച്ചിരിക്കുന്ന പ്രവൃത്തിയാണോ അതിന് നല്ല റെക്കഗ്നേഷനും സമ്മാനവും കിട്ടാൻ പോകുന്നു എന്നാണ്. നിങ്ങൾ ആദരിക്കപ്പെടാൻ പോകുന്നു, നിങ്ങളെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നു എന്നാണ്, നിങ്ങൾക്ക് ആദരവ് കിട്ടാൻ പോകുന്നു എന്നാണ്. അതുപോലെ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് ഇന്ന് റീയൂണിയൻ്റെ ദിവസമാണ് കേട്ടോ. അതാണ് സക്സസ് പറയുന്നത്. നിങ്ങളിന്ന് ആദരിക്കപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സക്സസ്, ആ സക്സസ് ഇന്ന് നിങ്ങളിലേക്ക് വരുമെന്നാണ് കാണുന്നത്. ജോലി കാത്തിരിക്കുന്നവർക്ക് ജോലി ആയിരിക്കാം, റിലേഷൻഷിപ്പിൻ്റെ റീയൂണിയൻ ആണെങ്കിൽ അതായിരിക്കാം. ഇനി അതല്ല പണമാണെങ്കിൽ പണം, എന്ത് കിട്ടിയാലാണോ നിങ്ങൾ സക്സസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, ഇന്നേ ദിവസം അത് സംഭവിക്കുമെന്നാണ് കേട്ടോ. അടുത്തത് അബണ്ടൻസ് ആണ്. അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് അബണ്ടൻസ് പറയുന്നത്. ഇത് ഇന്ന് ഇഷ്ടംപോലെ പണം, നിങ്ങൾക്ക് ആവശ്യത്തിന് പണം, നിങ്ങൾ പണം കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പണം ഇന്ന് നിങ്ങൾക്ക് വന്ന് കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ വിചാരിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ കുറച്ചധികം നെഗറ്റീവ്സ് നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തോന്നും. അതിൽ കുഴപ്പമൊന്നുമില്ല, ആ നെഗറ്റീവ്സ് ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനെ പോസിറ്റീവ് ആക്കിയെടുക്കുക, ചിന്തകളിൽ പോസിറ്റീവ് ആക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ നെഗറ്റീവാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടണ്ട. നെഗറ്റീവ് കാര്യം കണ്ടാൽ നെഗറ്റീവ് പറഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ ലോസ് വരാനോ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാനോ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെയൊക്കെ ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ്. ഇവിടെയൊക്കെ ധനം നിങ്ങളിലേക്ക് നിർബാധം വരുമെന്ന്, നിങ്ങൾ എന്തിനെ കാത്തിരിക്കുന്നോ അത് നിങ്ങളിലേക്ക് വരുമെന്ന് 2 കാർഡ് പറയുന്നുണ്ട്. ഇവിടെ 2 കാർഡും റിയൂണിയൻ്റെ കാർഡുണ്ട്. അതുപോലെ നിങ്ങൾ എന്തിനെ കാത്തിരിക്കുന്നോ അത് നിങ്ങളിലേക്ക് വരുമെന്നുണ്ട്. ഇവിടെ ഏറ്റവും
ഒരുപാട് പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ 2 കാർഡിൽ നിന്ന് നിങ്ങൾ ഒരു മെൻറ്ററിനെ കണ്ടെത്തുമെന്ന് പറയുന്നുണ്ട്. പിന്നെ എഴുന്നേൽക്കുമ്പോഴുള്ളൊരു സ്റ്റക്നെസ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. പുതിയൊരു തുടക്കം ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, ദെൻ കമ്പാരിസൺ ആണ്. അതായത് മറ്റുള്ളവർ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നിങ്ങളെ ചെറുതാക്കി കാണിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അത് അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവരങ്ങനെയാണ്. അപ്പോൾ അവരത് നിങ്ങളെ താറടിച്ച് കാണിച്ച് സന്തോഷിക്കാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട. അവരങ്ങനെയാണ്. അവരൊരു നെഗറ്റീവ് എനർജിയാണ്, അല്ലെങ്കിൽ അവർ സെൽഫിഷ് ആയിട്ടുള്ള ആളാണ്. നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കുക. അപ്പോൾ എന്ത് വില കൊടുത്തും സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന കുറേ ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ നിങ്ങളെ ഉപയോഗപ്പെടുത്താനും നിങ്ങളെ വേദനിപ്പിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, അതാണ് കമ്പാരിസൺ പറയുന്നത്. നെക്സ്റ്റ് കൺട്രോളാണ് പറയുന്നത്. കുഴപ്പമില്ല, ഒന്നും സാരമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 999 പോർട്ടൽ ചെയ്യാൻ മറക്കരുത്. 9 മണിക്ക് തന്നെ ചെയ്യണം കേട്ടോ. പേപ്പർ എടുത്ത് വെച്ചിട്ട് 9 മണിക്ക്. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു ലൈവ് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലൈവിനകത്ത് കയറി നോക്കിയാൽ മതി കേട്ടോ. 9 മണിക്ക് തന്നെ ചെയ്യണേ. രാവിലെ ചെയ്യാൻ പറ്റാത്തവർ രാത്രി ചെയ്യണം. ഓക്കെ, ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് അബണ്ടൻസ് ആണ്. ഇവിടെ നമ്മൾ അബണ്ടൻസ് കണ്ടല്ലോ. 2 അബണ്ടൻസിൻ്റെ കാർഡ് ഉണ്ട്. അപ്പോൾ ഇന്ന് നല്ല സമൃദ്ധമാണ്. പണം കൊണ്ട് മാത്രമല്ല, നിങ്ങൾ എന്ത് കിട്ടിയാലാണോ സന്തോഷിക്കുന്നത് സമൃദ്ധമാവുന്നത്. സങ്കടം കൊണ്ട് വളരെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം വരും. മനസ്സമാധാനം ഇല്ലാത്തവരാണെങ്കിൽ മനസ്സമാധാനം വരും. പണമില്ലാത്തവരാണെങ്കിൽ പണം വരും. ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലി വരും. സന്തോഷമില്ലാത്തവർക്ക് ഇഷ്ടംപോലെ സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. എന്നാൽ വളരെ അബണ്ടൻ്റ് ആണെന്നാണ്, സമൃദ്ധമായ ദിവസമാണെന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഡോൺ സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഗിവ് അപ്പ് ചെയ്ത് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളോട് പോവണ്ട, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണ്ട. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. അടുത്തത് ഫൊർഗീവ്നെസ് ആണ്. നിങ്ങൾ ഒരാളോട് ക്ഷമ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കുന്നത് ആരോടോ ഒരു ക്ഷമ നിങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒന്ന് ക്ഷമിച്ച് നോക്ക്. ഇത്രയും നാൾ ക്ഷമിക്കാതിരുന്നത് കൊണ്ടാണ് ആ പ്രശ്നം കോംപ്രമൈസ് ആവാത്തതെങ്കിൽ ഒന്ന് ക്ഷമിച്ച് നോക്കൂ. ചിലപ്പോൾ അത് സാധിക്കാൻ സാധ്യതയുണ്ട്. സക്സസ് ആണ്. അങ്ങനെയാണെങ്കിൽ സക്സസ് വരുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഒരാളോട് ക്ഷമിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് ആരോടാണെന്ന് ആലോചിക്കുക, അവരോടൊന്ന് ക്ഷമിച്ചു കൊടുക്കുക. പ്രശ്നം കോംപ്രമൈസ് ആകും എന്നാണ് കാണുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ലവേഴ്സിൻ്റെ ഓർക്കലോട് നോക്കാം. ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഇന്നത്തെ ദിവസം ഉള്ളത്? നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത്, അവരെന്താണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നിലവിലത്തെ അവസ്ഥ നോക്കാം. അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? ഒന്ന്, റിലീജിയസ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ ഹീറോഫിനിൻ്റെ കാർഡ് ഈ നത്തിങ്നെസ് കാണിച്ചേക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ജാതി വ്യത്യാസം മതവ്യത്യാസമൊക്കെ ഉള്ള ആളായിരിക്കാം. ചിലപ്പോൾ അവർ വളർന്നു വന്ന മതത്തിൻ്റെ വിശ്വാസങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളുമായി ചേരുന്നില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അതാണ് റിലീജിയസ് ഫാക്ടേഴ്സ്. യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് അപ്ബ്രിങ്ങിങ് ആൻഡ് സ്പിരിച്വൽ പാത്ത്. രണ്ടുപേരും 2 മതവിശ്വാസങ്ങളിൽ ജനിച്ച് വളർന്നു വന്നിട്ടുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമാണ് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ളത്. അത് ജാതി മതം ഒരു പ്രശ്നമാണ്. അടുത്തത് റിക്കൺസിലിയേഷൻ. സംവൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് റിട്ടേണിങ് ടു യുവർ ലൈഫ്. അത് നമ്മൾ റീയൂണിയൻ്റെ 2 കാർഡ് ഉണ്ടല്ലോ. 2 കാർഡുകളും പറയുന്നത് റിക്കൺസിലിയേഷനാണ്. നിങ്ങളോട് അനുരഞ്ജനപ്പെടാൻ വേണ്ടി പാസ്റ്റിൽ നിന്നും ഒരാൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഒരു റീയൂണിയൻ സാധ്യതയുണ്ട്. നിങ്ങളോട് റിക്കൺസിലിയേഷൻ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എക്സ്പ്രസ് യുവർ ലവ്. നിങ്ങൾക്ക് ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സ്പ്രസ് ചെയ്യുക. അത് ഉള്ളിൽ വെച്ചിട്ട് കാര്യമില്ല. ഗോ എഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജസ്റ്റ്. നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് അവരോട് റൊമാൻസ് ഉണ്ടെന്ന് അവർക്ക് തോന്നണ്ടേ? നിങ്ങളുടെ മുഖം വീർപ്പിച്ച് നടന്നാൽ അത് തോന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആ റൊമാൻറ്റിക് ജസ്റ്റർ അവർക്ക് കൊടുക്കുക, അവർക്കത് ഫീൽ ചെയ്യട്ടെ. ലാസ്റ്റ് കാർഡ്, യു ഡിസേർവ് ലവ്. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് എല്ലാം പറഞ്ഞു കൊടുത്ത് നടന്ന പോലെ നിങ്ങളും സ്നേഹം അർഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഓപ്പൺ ചെയ്ത് വെക്കുക സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ട്. യു ആർ ലവബിൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഓറക്കിൾ ഫോർ ദ ലവേഴ്സ്. ഇത് ലാസ്റ്റ് വന്നിരിക്കുന്ന പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് എന്നാണ് കേട്ടോ. യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. നിങ്ങളപ്പോൾ ഇന്നും ഇന്നലെയൊന്നും കണ്ടുമുട്ടിയവരൊന്നുമല്ല, ഈ ജന്മത്തിലേ കണ്ടുമുട്ടിയവരല്ല.
നിങ്ങൾ മുൻപ് എപ്പോഴോ മുൻജന്മങ്ങളിൽ എപ്പോഴോ കണ്ടുമുട്ടി പിരിഞ്ഞു പോയ ആളുകളാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്ന ആളുകളാണ് നിങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ കുറേ അധികം ആളുകളുടെ റിലേഷൻഷിപ്പ് പാസ്റ്റ് ലൈഫാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെയിൻഫുള്ളായിട്ട് ഇരിക്കേണ്ടി വരുന്നത്. പഴയ കർമാസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ പെയിൻഫുള്ളായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ അമർത്താൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. 999 പോർട്ടൽ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.